ഇടുക്കിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചൂടുപിടിക്കുകയാണ്. ഇപ്പോൾ നമ്മൾക്കൊപ്പം ഇടുക്കിയുടെ അല്ല കേരളത്തിന്റെ ഒരു പ്രിയപ്പെട്ട കലാകാരൻ, എന്നാൽ ഇടുക്കിയുടെ പേരിൽ അറിയപ്പെടുന്ന ജാഫർ ഇടുക്കി ചേരുകയാണ്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത്? ജോയ്സ് ജോർജ് എം പി ആയിരിക്കണം. എന്റെ മണ്ഡലത്തില് ജോയ്സ് ജോർജ് എം പി ആയിരിക്കണം. കേരളത്തിൽ നിന്ന് 20 പേര് ഇടതുപക്ഷത്തിന്റെ എം പി ആയിട്ടങ്ങ് പോകണം. എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് പറയുന്നത്? ഞാൻ ഇടതുപക്ഷക്കാരനാണ്. ഈ ഇടതുപക്ഷ രാഷ്ട്രീയം ജീവിതത്തിൽ തെരഞ്ഞെടുക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകണമല്ലോ. ആ കാരണം എന്താ പറയുക? കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ജീവിത രീതിയുടെയാണത്. ജീവിത രീതി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ എന്റെ വീടിന്റെ 1 കിലോമീറ്റർ അകലെയാണ് ഞങ്ങളുടെ പള്ളി. ഏത് ഞങ്ങളുടെ നിസ്കാരപ്പള്ളി, ഞങ്ങളുടെ മുസ്ലിം പള്ളി. അപ്പം ഞങ്ങളൊരു കുടുംബം മാത്രം, ഒരു കുടുംബമല്ല, ഒരു 3-4 കുടുംബത്തില് ഞങ്ങൾ മാത്രം ഇച്ചിരി മാറിയ താമസിച്ച്, മനസ്സിലല്ലേ? അപ്പം ആ താമസിച്ച വീടിന്റെ ചുറ്റുവട്ടത്തും ഒരു 3 ക്രിസ്ത്യാനികളുടെ വീട്, ഒരു 4-5 ഹിന്ദുക്കളുടെ വീട്. ആ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വീട്ടിൽ നിന്ന് കിട്ടിയ ആ കഞ്ഞിവെള്ളവും ആ കഞ്ഞിയും കുടിച്ച് വളർന്ന എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റിയല്ലോ. എനിക്ക് വേറെ ഒരു പാർട്ടിക്കാരെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് എല്ലാവരും എൻ്റെ കൂടെ വേണം. ഞാൻ ഒരു കലാകാരനിലുപരി എന്ന് പറഞ്ഞാൽ വന്ന സാഹചര്യം വെച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ അന്നവും വെള്ളം കൊണ്ടാണ് ഈ തടിയും ഈ കൊഴുപ്പും ഈ അംഗീകാരമൊക്കെ കിട്ടിയാണ്, അറിയോ? പക്ഷേ ഈ രാജ്യത്തിന്റെ പൗരത്വം ഇപ്പോൾ മതത്തിന്റെ അടിസ്ഥാനത്തിലായി മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആ സാഹചര്യത്തെ എല്ലാവരും വിമർശിക്കും പോലെ ഞാൻ വിമർശിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മളെ ചുമ്മാ അങ്ങോട്ട് ഇട്ട് കൂട്ടിക്കുഴച്ച് നമ്മളെ അങ്ങ് മാറ്റിവിടാനുള്ള ശ്രമം നടക്കുകയല്ലെന്ന്. അതായത് ഒരു മനുഷ്യന് കൂടി വന്ന 10-45 ദിവസങ്ങളേ ഉള്ളൂ ആയസ്. അല്ലെ, ദിവസം കൂട്ടി കഴിഞ്ഞാൽ അത്രേ ആയസേ ഉള്ളൂ, ദിവസം കൂട്ടി, അല്ലേ? അപ്പൊ ആ നിസാര ദിവസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ ഉള്ള ഒരു മനുഷ്യായസ് വെച്ച് ചുമ്മാ ഇങ്ങനെ കരിക്കാട്ടി കളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി കുത്തി നശിച്ച് മരിക്കാനല്ല. അതായത് നല്ല രീതിയിൽ ജോലി എടുക്കുക, അയൽവക്കക്കാരെയും മറ്റുള്ളവരെയും അത് ഈ പറഞ്ഞ പോലെ ഒന്നും നോക്കാതെ, ജാതി മതം ഒന്നും നോക്കാതെ എല്ലാവരും ഒത്തൊരുമയോട് കൂടി പോകുന്ന, അതിന് സഹായിക്കുന്ന ആളുകൾ വേണം എവിടെ വരാൻ. കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ലോകത്താണെങ്കിലും. യാതൊരുവിധ സംശയവുമില്ലാതെ തന്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇടുക്കിയുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട കലാകാരൻ ജാഫർ ഇടുക്കി. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്, ഇടുക്കി.